ലക്ഷ്മി എന്ന വാക്ക് നമ്മൾക്കെല്ലാം സുപരിചിതമാണ്. ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ ദേവതയാണ് ലക്ഷ്മി. എന്നാൽ അലക്ഷ്മി എന്ന പദം കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുണ്ട്, അലക്ഷ്മി. വാക്കിൽ നിന്ന് തന്നെ അർത്ഥം ഏകദേശം മനസ്സിലാക്കാമെങ്കിലും അലക്ഷ്മിയെക്കുറിച്ച് കുറച്ചുകൂടെ പറയാം. ചിലരുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ടാകാം, എന്നാലും അവർ മാനസികമായി ദരിദ്രരായിരിക്കും. എപ്പോഴും പൈസ ചെലവഴിക്കാൻ തോന്നാതെ സ്വയം ദരിദ്രനായി ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. എല്ലാം ഉണ്ട്, എന്നാലും എപ്പോഴും പരാധീനതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അലക്ഷ്മിയുടെ ലക്ഷണമാണത്. ഇത് ഏറ്റവും പ്രകടമാവുക ഏതെങ്കിലും ആവശ്യത്തിന് മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരുമ്പോഴാണ്. ദാനം ചെയ്യുന്നവനെ സമൃദ്ധിയുണ്ടാകൂ എന്നൊരു സങ്കല്പമുണ്ട് ഭാരതത്തിന്. ഇങ്ങനെയുള്ള അലക്ഷ്മിയെ തൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള മഹോത്സവം കൂടിയാണ് ദീപാവലി. സമൃദ്ധിയുടെ ആഘോഷമാണ് ദീപാവലി. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനും ഏറ്റവും കേമമായി ആഘോഷിക്കുന്ന സംസ്കാരം. പണവും വസ്ത്രവും ഭക്ഷണവും സമ്മാനമായി കൊടുക്കുന്ന ദിവസം. ജീവിതത്തിലുടനീളം അതൊരു ശീലമാക്കാൻ പഠിപ്പിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ദാരിദ്ര്യം ഉണ്ടാകുന്നത് അലക്ഷ്മി കാരണമാകണം എന്നില്ല, എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് അലക്ഷ്മി കാരണമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ, ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ ദാനം ചെയ്യുന്നത് ശീലമാക്കുക. രാവണൻ ദുഷ്ടനാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനാണ്, അങ്ങനെ ക്രൂരതകൾ പലതുമുണ്ട്. എന്നാൽ രാവണന്റെ ഏറ്റവും മോശം ദുശ്ശീലമായി വാൽമീകി പറയുന്നത് രാവണന് ദാനശീലമില്ല എന്നതാണ്. ഭാരതത്തിലെ ഓരോ ഉത്സവവും ഓരോ സന്ദേശമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, ദീപാവലി. കേരളത്തിൽ അത്ര കേമമായി ആഘോഷിക്കാറില്ല എങ്കിലും പൊതുവെ നമ്മൾ കേട്ട ദീപാവലി ഒരു ദിവസത്തെ ആഘോഷമാണ്. എന്നാൽ ദീപാവലി 6 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ഉത്സവമാണ്. കാർത്തിക മാസത്തിലെ 12-ാം ദിവസം, അതായത് ദ്വാദശിയിൽ തുടങ്ങി ധൻതെരസ്, ചോട്ടെ ദീപാവലി, ബഡേ ദീപാവലി, ഗോവർദ്ധൻ പൂജ, ബായി ദൂജ് തുടങ്ങി 6 ദിവസമാണ് ദീപാവലി ആഘോഷം വരിക. കാർത്തിക മാസത്തിലെ അമാവാസിയാണ് ദീപാവലി. അതു കഴിഞ്ഞു വരുന്ന പൗർണമിയിൽ ദേവ് ദീപാവലിയും ആഘോഷിക്കും. ദേവന്മാർ ആഘോഷിക്കുന്ന ദീപാവലിയാണത്രേ ദേവ് ദീപാവലി. ഏറ്റവും മനോഹരം എന്താണെന്ന് വെച്ചാൽ ദീപാവലിയിലെ ഓരോ ദിവസവും ആരാധിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ വേറെ വേറെയാണ് എന്നതാണ്. ദീപാവലി ആഘോഷത്തിന്റെ പ്രധാന സങ്കല്പം ശ്രീരാമൻ വനവാസത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ് എന്നതാണ്. എന്നാൽ ദീപാവലി ഉത്സവവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി, ധന്വന്തരി, ഗണപതി, ശ്രീകൃഷ്ണൻ, സൂര്യൻ, യമൻ, യമുനാദേവി തുടങ്ങിയ ദേവതകളെയും ആരാധിക്കുന്നു. കാർത്തിക മാസത്തിലെ ദ്വാദശിയിൽ, അതായത് മാസത്തിന്റെ 12-ാം ദിവസം ആരംഭിക്കുന്ന ദീപാവലിയിൽ ആദ്യത്തെ ദിവസത്തിന് വത്സദ്വാദശി എന്നാണ് പറയുക. ആ ദിവസം വീട്ടിലെ സ്ത്രീകളെ ആരാധിക്കുന്ന ദിവസമാണ്. അമ്മയെ, ഭാര്യയെ, സഹോദരിയെ, വീട്ടിലെ പശുവിനെ, അങ്ങനെ സ്ത്രീയായിട്ടുള്ള എല്ലാത്തിനെയും ആരാധിക്കുന്ന, പൂജിക്കുന്ന ദിവസം. പ്രകൃതിയോട് കൃതജ്ഞത കാണിക്കുന്ന സംസ്കാരം. 13-ാമത്തെ ദിവസത്തിൽ ധനലക്ഷ്മിയെയും ധന്വന്തരിയെയും ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ ദേവതയെയും ആരോഗ്യത്തിന്റെ ദേവതയെയും തുല്യമായി ആരാധിക്കുന്നു എന്നർത്ഥം. ഈ ദിവസത്തെ ധൻതെരസ് എന്നാണ് വിളിക്കുക. 14-ാമത്തെ ദിവസം, ചതുർദശി ദിവസം അറിയപ്പെടുന്നത് തന്നെ നരക ചതുർദശി എന്നാണ്. ഈ ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്ന് തന്റെ ഭാര്യമാരാക്കി വെച്ചിരുന്ന 16,100 സ്ത്രീകളെ മോചിപ്പിക്കുന്നത്. നരകാസുരൻ തൊട്ടശുദ്ധമാക്കിയതുകൊണ്ട് അവരെ സമൂഹം സ്വീകരിക്കില്ല. അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കാനായി അവർക്ക് രാജപത്നി പദവി നൽകുകയാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാരുണ്ട് എന്ന കഥയുണ്ടാകുന്നത്. 12-ാം ദിവസം ഭർത്താവ് ഭാര്യയെ പൂജിക്കുന്നു എങ്കിൽ 14-ാമത്തെ ദിവസം ഭാര്യ ഭർത്താവിനെ പൂജിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ ഭാര്യ ഭർത്താവിനെ ഭഗവാനെ എന്ന പോലെ ആരതി ഒഴിഞ്ഞ് ആരാധിക്കുന്നു. സ്ത്രീക്ക് മാന്യത നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ചടങ്ങാണത്. ഈ ദിവസത്തെ ചോട്ടി ദീപാവലി എന്നാണ് വിളിക്കുക. ഈ ദിവസം ശരീരം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്ന സമ്പ്രദായം കൂടെയുണ്ട് പല സ്ഥലങ്ങളിലും. തണുപ്പുകാലത്തിന്റെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടിയായിരിക്കും അത്. നരക ചതുർദശിക്ക് ശേഷമുള്ള ദിവസമാണ് ശരിയായ ദീപാവലി, അല്ലെങ്കിൽ ബഡി ദീപാവലി. എല്ലായിടവും പ്രകാശം പരത്തുന്ന ദിവസം.
ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ഭരതനും അയോധ്യവാസികളും ചെയ്തതുപോലെ ഭാരതം മുഴുവൻ ദീപാലംകൃതമാകുന്ന ദിവസം. പുരാണങ്ങളിൽ പറയുന്നത് പോലെ പടക്കങ്ങളും പൂത്തിരികളും കത്തിച്ച് മതിമറന്നാനന്ദിക്കുന്ന ദിവസം ദീപാവലി. ദീപാവലിക്ക് ശേഷമുള്ള ദിവസം ബലിപ്രതിപദ എന്നാണ് അറിയപ്പെടുക. ഈ ദിവസത്തെപ്പറ്റി അറിയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ആശ്ചര്യം തോന്നും. വാമനൻ പാതാളത്തിലേക്ക് പറഞ്ഞയച്ച മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം. നമ്മുടെ ഓണത്തിൻ്റെ അതേ ഐതിഹ്യ കഥ. ഭൂമിശാസ്ത്രപരമായും പൗരാണികമായ അടിസ്ഥാനത്തിലും ഈ കഥ കൂടുതൽ യോജിക്കുക ബലിപ്രതിപദാ ദിനത്തിനാണ്. അതിനുശേഷം വരുന്ന ദിവസമാണ് ഭായി ദൂജ്. ഈ ദിവസം സൂര്യഭഗവാന്റെ ഇരട്ടക്കുട്ടികളായ യമനെയും യമുനാദേവിയെയും ആരാധിക്കുന്നു. ഈ ദിവസം സഹോദരി സഹോദരനെ ആരതി ഒഴിയുന്നു. സഹോദരന്മാർ സഹോദരിമാർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. ആ ദിവസം പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് ആചാരം. ചേച്ചി അല്ലെങ്കിൽ അനിയത്തി തൻ്റെ കൂടപ്പിറപ്പിനെ സ്വീകരിച്ചിരുത്തി ഏറ്റവും നല്ല ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. തിരിച്ചും പെങ്ങൾക്ക് പണവും സമ്മാനങ്ങളും നൽകുന്നു. പരസ്പരം ആരാധിക്കുന്നു. ഈ ദിവസം പെങ്ങളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആങ്ങളയ്ക്ക് ദുഃഖങ്ങൾ ഉണ്ടാകില്ല എന്ന വരം യമദേവൻ യമുനാദേവിക്ക് കൊടുക്കുന്നുണ്ട്. നരകത്തിലുള്ളവർക്ക് മോക്ഷം കിട്ടുന്ന ദിവസം കൂടിയാണത്രേ ഭായി ദൂജ്. ഈ സങ്കല്പമാണ് ഇന്നും ദീപാവലി ഉത്സവത്തിന്റെ ഭാഗമായി ആചരിക്കപ്പെടുന്നത്. തികച്ചും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ആചാരം. ദീപാവലിയോടുകൂടി പകൽ കുറയുകയും രാത്രി കൂടുകയും ചെയ്യുന്നു. കൂടുതൽ പ്രകാശമയമാവാൻ വേണ്ടി കൂടിയാണ് എല്ലായിടത്തും പ്രകാശം പരത്തിക്കൊണ്ട് വിളക്ക് തെളിയിക്കുന്നത്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് പൂജകളും മറ്റും ചെയ്ത് ദീപാവലി ആഘോഷിക്കുന്നു. പഴയ കാലങ്ങളിൽ പിതൃക്കൾക്ക് ബലിയിടുന്ന ദിവസം കൂടിയായിരുന്നു ദീപാവലി. കാരണം അമാവാസിക്കാണ് ദീപാവലി വരിക. അന്നത്തെ ദിവസം ഉപവാസം എടുക്കുന്ന സമ്പ്രദായം കൂടെ ഉണ്ടായിരുന്നു അത്രേ. ഇന്ന് ബലിതർപ്പണങ്ങൾ പിതൃപക്ഷത്തിൽ മാത്രമായി മാറി. ദീപാവലിയുടെ അന്ന് രാത്രി ലക്ഷ്മി പൂജ ഒരു പ്രധാന ഘടകമാണ്. വിഷ്ണു ഭഗവാനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി ദേവിയെ സ്വീകരിച്ചിരുത്തുന്നു എന്നതാണ് വിശ്വാസം. രാത്രി 12 മണിക്ക് ധമരു പോലെയുള്ള എന്തെങ്കിലും കൊട്ടി ഒച്ചയുണ്ടാക്കി വീട്ടിലെ മുറം കൊണ്ട് അലക്ഷ്മിയെ അകറ്റുക എന്നൊരു വിശേഷാൽ ചടങ്ങും കൂടിയുണ്ട്. ഇതൊക്കെ ചെയ്യുക വീട്ടിലെ ഏറ്റവും മുതിർന്ന അമ്മയാണ്. പിറ്റേന്ന് ബലിപ്രതിപദാ ദിവസത്തിൽ വിഷ്ണു പൂജ കൂടി ഉൾപ്പെടുന്നു. ഗോവർദ്ധൻ പൂജ എന്നാണ് ആ ചടങ്ങിനെ വിളിക്കുക. അന്നത്തെ ദിവസം പാൽ, മോര്, നെയ്യ് തുടങ്ങിയവയൊന്നും കഴിക്കില്ല. പശുവിന് പൂർണ്ണ വിശ്രമം കൊടുക്കുന്ന ദിവസം കൂടിയാണ് ബലിപ്രതിപദ. ബലിപ്രതിപദാ ദിവസത്തിൽ നമ്മൾ പൂക്കൾ ഇടുന്നത് പോലെ ബലിയെ സ്വീകരിക്കാൻ മനോഹരമായ രംഗോളി വരയ്ക്കുന്നു മുറ്റത്ത്. നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുന്നത് പോലെ അന്ന് സ്വാദിഷ്ടമായ ഭക്ഷണവും ഒരുക്കുന്നു. ദീപാവലിയുടെ ദിവസങ്ങളിൽ പൂർണ്ണമായ സസ്യാഹാരമാണെങ്കിൽ ബലിപ്രതിപദാ ദിവസത്തിൽ മാംസാഹാരം കഴിക്കുന്നവർ മാംസാഹാരവും മഹാബലിക്കായി നൽകുന്നു. ധനത്തിന്റെ ദേവതയായ ലക്ഷ്മിയോടൊപ്പം ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും ദേവതയായ ധന്വന്തരിയെയും പൂജിക്കുന്ന ദിവസം. ഏറ്റവും സന്തോഷമുള്ള സമയത്ത് പോലും തൻ്റെ പിതൃക്കളെ ഓർമ്മിക്കുന്ന ദിവസം. ഇങ്ങനെയൊരു ജീവിതം തന്നതിന് തൻ്റെ അമ്മയെയും പ്രകൃതിയെയും ഗോമാതാവിനെയും ആരാധിക്കുന്ന ദിവസം. തനിക്കും ഈ നാടിനും ഐശ്വര്യമുണ്ടാകാൻ അലക്ഷ്മിയെ അകറ്റുന്ന ദിവസം. പാതാളത്തിലേക്ക് പറഞ്ഞയച്ച തങ്ങളുടെ രാജാവ് മഹാബലിയെ സ്വീകരിക്കുന്ന ദിവസം. പഴയ കടങ്ങളും കണക്കുകളും ഒക്കെ തീർത്ത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ദിവസം. അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ ചേർന്നതാണ് ദീപാവലി എന്ന ആഘോഷം. മഹത്തായ ഈ ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും പ്രകടമായ ഉത്സവമാണത്. പക്ഷിയോടും മൃഗങ്ങളോടും മരത്തിനോടും എന്ന് വേണ്ട ഭൂമിയിലെ സർവ്വതിനോടും കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന ദിവസമാണ് ദീപങ്ങളുടെ ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലി. എന്തിന് വിളക്ക് കത്തിക്കുന്നു, എന്തിന് പടക്കങ്ങൾ പൊട്ടിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ജാതിമത വ്യത്യാസമില്ലാതെ ഈ നാടൊന്നിച്ചാഘോഷിക്കുന്ന ദീപാവലി. ഹരേ രാമ. कौन खबर ले गो